ഇന്ന് നമുക്ക് DNA എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ തുടരെ തുടരെ നടക്കുന്ന മൂന്ന് കൊലപാതകവും ഒരേ പാറ്റേണിലാണ് നടക്കുന്നത്. ഡെഡ് ബോഡിയുടെ വായ്ക്കുള്ളിൽ നിന്നും ഒരു പെൻഡ്രൈവും കിട്ടുകയാണ്. ഇതാണ് പോലീസിന് ആകെ കിട്ടുന്ന ഒരു തെളിവും. പിന്നീട് എന്തായെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ സരോജ എന്നൊരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. ഈ സരോജ അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കാണുന്ന അമ്പലത്തിലെ പോറ്റിയാണെങ്കിൽ നീ എന്ത് കാര്യത്തിനാണോ പോകുന്നത് അത് നന്നായി നടക്കുമെന്ന് അവളെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അവിടെ നിന്ന് സരോജ നേരെ പോയത് ഒരു ഭായിയുടെ കടയിലേക്കായിരുന്നു. കടക്കാരന് അവളൊരു പൊതി നൽകും. ആ പൊതിയിൽ എന്തെന്നാൽ കഞ്ചാവായിരുന്നു. അവൾ കഞ്ചാവ് കടത്തുന്നതിന്റെ ഒരു ഏജന്റ് കൂടിയായിരുന്നു. അതേസമയം തന്നെ അവളെ ഫോളോ ചെയ്ത് അവിടെ കുറച്ച് പോലീസുകാരും എത്തുകയാണ്. അവൾ പോയി കഴിഞ്ഞ ഉടനെയായിരുന്നു പോലീസുകാർ വന്നതും. ഇതിനാൽ ആ ഒരു ഭായിയെ പോലീസുകാർ കൈയോടെ പിടികൂടി അയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവും പിടികൂടുകയാണ്. അതാണെങ്കിൽ അവളുടെ മെയിൻ നേതാവായ സെൽവ അറിയുകയാണ്. ഉടനെ തന്നെ സരോജയെ ഫോൺ വിളിച്ചിട്ട് ആകെ പ്രശ്നമാണ്, പോലീസ് നമ്മളെ ഫോളോ ചെയ്യുന്നെന്നാ തോന്നുന്നത്, അതുകൊണ്ട് നീ സ്കൂട്ടിയിൽ പോണ്ട, ഒരു ഓട്ടോയിൽ കയറി ഞാൻ പറയുന്നത് പോലെ ചെയ്യാനായും പറയുന്നു. അവൾ പേടിച്ച് ഓട്ടോയിൽ കയറും. പിന്നീട് സെൽവ ഫോൺ വിളിച്ചിട്ട് സെൽവയുടെ ആളുകൾ വണ്ടിയും കൊണ്ട് വരികയാണ്, അതിൽ കയറുവാനായും പറഞ്ഞു. ഉടനെ തന്നെ സരോജ സെൽവ പറഞ്ഞതനുസരിച്ച് അവരുടെ വണ്ടിയിൽ കയറി ഗോഡൌണിലേക്കും എത്തുകയാണ്. അവിടെ സെൽവയുണ്ടായിരുന്നു. നമ്മുടെ പ്ലാനൊക്കെ പോലീസ് അറിഞ്ഞെന്നാ തോന്നുന്നത്, ആരോ ഇതൊക്കെ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ള സംശയം സെൽവയ്ക്കുണ്ടാകുന്നു. അക്കാര്യം സരോജയോടും പറയുകയാണ്. അതേസമയം തന്നെ അവിടെ ഒരു പെൺകുട്ടി ഹെഡ്സെറ്റ് വെച്ച് നിൽക്കുന്നത് സെൽവ കാണുന്നു. ആ പെൺകുട്ടി ആയിരിക്കുമോ ഒറ്റിക്കൊടുക്കുന്നതെന്ന് കരുതി അവളുടെ കയ്യിലിരുന്ന ആ ഒരു ഹെഡ്സെറ്റ് വാങ്ങി നോക്കുന്ന സമയത്ത് അതിലവൾ പാട്ട് കേൾക്കുകയായിരുന്നു ചെയ്തത്. അതേസമയം തന്നെ അവിടേക്കൊരു പോലീസ് ഇൻസ്പെക്ടർ വരുന്നു. ഒരു ഫൈറ്റിനൊടുവിൽ സെൽവയെയും കൂട്ടാളികളെയും സരോജയും ഉൾപ്പെടെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോകുന്നു. സെൽവ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സരോജയോട് പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവരെന്ത് ചോദിച്ചാലും നീ സത്യമൊന്നും തുറന്നു പറയരുതെന്ന് പറയും. എന്നിട്ട് സെൽവയെ ജയിലിലേക്കും കൊണ്ടുപോവുകയായിരുന്നു. അതേസമയം തന്നെ സരോജയാണെങ്കിൽ നമ്മുടെ പോലീസ് ഇൻസ്പെക്ടറിനെ നോക്കി സല്യൂട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ പോലീസ് ഏർപ്പാടാക്കിയ ഒരാളായിരുന്നു സരോജ. അവളുടെ പേര് യഥാർത്ഥത്തിൽ സരോജ എന്നല്ല, ഗായത്രി എന്നായിരുന്നു. ഗായത്രിക്ക് പോലീസ് ഇൻസ്പെക്ടർ കൊടുത്ത ജോലി അവൾ കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. ഗായത്രിക്ക് സഹോദരനും സഹോദരിയും അമ്മയും അടങ്ങിയ ഒരു കൊച്ചു കുടുംബമാണുള്ളത്. അവരുടെ വീട്ടിൽ ദീപാവലിയൊക്കെ ആഘോഷിക്കുകയാണ്. കാരണം അവളിപ്പോൾ നല്ലൊരു ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗായത്രിയുടെ സഹോദരനാണെങ്കിൽ ജോലി കഴിഞ്ഞു വരികയായിരുന്നു. ഒരു ലോറി അവനെ മനഃപൂർവ്വം ഇടിച്ചതിനു ശേഷം അവന്റെ ദേഹത്ത് കൂടി കയറി ഇറങ്ങുകയാണ്. അത് മനഃപൂർവ്വം ആരോ ചെയ്തതായിരുന്നു. സഹോദരന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആകെ സങ്കടത്തിലിരിക്കുകയായിരുന്നു ഗായത്രിയും കുടുംബവും. സഹോദരനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെയായി വീടിന്റെ മുറ്റത്തിരിക്കുന്ന ഗായത്രിക്ക് അടുത്തേക്ക് ഒരു ഭിക്ഷക്കാരൻ വരികയാണ്. നിന്റെ സഹോദരനെ ആക്സിഡന്റിൽ മരിച്ചതല്ല, അവനെ കൊന്നതാണ്. സെൽവയാണ് കൊന്നത്, നീയും സൂക്ഷിച്ചോ, അടുത്തത് നീയാണ്. നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും മരണപ്പെടുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അതവൾക്ക് താങ്ങാനായില്ല. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലെത്തിയ ഗായത്രിയാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനോട് ആ വിവരം പറയുകയാണ്. നീ പേടിക്കണ്ട, ആ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു, ഇനി നിനക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ ഗായത്രിക്ക് വാക്ക് നൽകി. എന്നാൽ ഗായത്രി കരുതിയത് ഒരിക്കലും സെൽവ പുറത്തിറങ്ങില്ല എന്നായിരുന്നു. പക്ഷേ ആ ഒരു വിശ്വാസം എല്ലാം തെറ്റിച്ച് സെൽവ പുറത്തിറങ്ങിയിരിക്കുന്നു. ഗായത്രിയെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം സെൽവ ഫോളോ ചെയ്യുകയാണ്. പോലീസ് സ്റ്റേഷനിലായിരുന്ന ഗായത്രിയെ കാണുവാനായിട്ട് പുറത്ത് സെൽവയും കൂട്ടാളികളും ഉണ്ടായിരുന്നു. നീ സൂക്ഷിച്ചോ എന്നൊരു വാണിങ് ആംഗ്യത്തിലൂടെ കാണിച്ചിട്ട് സെൽവ അവിടെ നിന്ന് പോവുകയായിരുന്നു. ഗായത്രിക്കാണെങ്കിൽ ആകെ പേടി. തന്റെ വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് നിങ്ങളൊന്ന് സൂക്ഷിച്ചിരിക്കണേ എന്ന് അവൾ പറയുന്നുമുണ്ട്. എന്നിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥനെ അവൾ വിളിച്ച് കാര്യവും പറയുന്നുണ്ട്. അപ്പോഴാണ് ഉയർന്ന ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ആയ കാര്യവും ഗായത്രി അറിയുന്നത്. പിന്നീട് ഒരു സിറ്റിയാണ് കാണിക്കുന്നത്. അവിടെ രണ്ട് ആർജെമാരായ ലക്ഷ്മി നാരായണനും അന്നയും. 6 മാസമായി അവരാണ് ആ പ്രോഗ്രാം നടത്തുന്നതും. അതുകൊണ്ട് തന്നെ അന്നയ്ക്കും ലക്ഷ്മി നാരായണനും ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. അവർ രണ്ടുപേരും അന്നേ ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തു പോകുവാനായും പ്ലാൻ ഇടുകയായിരുന്നു. അതേസമയം തന്നെ മറ്റൊരു വശത്ത് തന്റെ ഡോഗിന് ആവശ്യമായി ഫുഡൊക്കെ വാങ്ങുവാനായിട്ട് ഒരു കടയിലെത്തിയിരിക്കുകയായിരുന്നു മുകുന്ദൻ അപ്പോഴേക്കും ഒരു കോൾ വരും. അടുത്ത വീട്ടിലെ പയ്യനായിരുന്നു വിളിച്ചത്. നിങ്ങളുടെ വീട്ടിലെ ഡോഗിനെ കാണാനില്ല, ഇവിടെ മാകെ അന്വേഷിച്ചു, പക്ഷേ എവിടെ പോയെന്നറിയില്ലെന്ന് പറയുമ്പോൾ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞ് മുകുന്ദൻ പുറപ്പെടും. കാർ ഓടിച്ച് മുന്നോട്ട് പോകവെ തന്നെ കാട് പോലുള്ളൊരു സ്ഥലത്ത് തന്റെ ഡോഗിനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നത് മുകുന്ദൻ കാണുകയാണ്. അവിടെ കാറ് നിർത്തി പുറത്തേക്ക് വന്ന മുകുന്ദനാണെങ്കിൽ നീ എങ്ങനെയാടാ ഇവിടെ എത്തിയത് എന്നൊക്കെ ഡോഗിനോട് സംസാരിച്ചുകൊണ്ട് ആ കെട്ടഴിക്കുന്നുമുണ്ട്. അപ്പോൾ അടുത്തുള്ള കാടിനുള്ളിൽ എന്തോ ഒരനക്കം കേട്ട് മുകുന്ദൻ അകത്തേക്ക് കടക്കും. അവിടെ മാസ്ക് ഇട്ടൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ നമുക്ക് കില്ലർ എന്ന് വേണമെങ്കിൽ വിളിക്കാം.
അങ്ങനെ കില്ലർ ആണെങ്കിൽ മുകുന്ദനെ കണ്ടതും തല്ലുവാനായി തുടങ്ങി. മുകുന്ദനെ അടിച്ച് അവശനാക്കി അയാൾ കൊണ്ടുപോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെ ഒരു ടേബിളിന് മുകളിലായി കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ആരാ, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് മുകുന്ദന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ കില്ലറാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന ബാറ്റ് ഉപയോഗിച്ച് മുകുന്ദനെ ചന്നം ഭിന്നം അടിക്കുകയാണ്. അടുത്ത ദിവസം വേസ്റ്റിക്ക് കൊണ്ട് കളയുന്ന സ്ഥലത്ത് വേസ്റ്റിക്ക് പറക്കുകയായിരുന്നു കുറച്ചുപേർ. അവരാണെങ്കിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ഡെഡ് ബോഡി കാണുകയാണ്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സംഭവ സ്ഥലത്തെത്തിയ പോലീസാണെങ്കിൽ ഡെഡ് ബോഡി പരിശോധിക്കുന്ന സമയത്ത് അവർ തന്നെ ഷോക്കായി പോകും. അത്രയും ക്രൂരമായ നിലയിലായിരുന്നു ആ ഡെഡ് ബോഡി ഉണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അന്നയുടെ വീട്ടിലേക്ക് ലക്ഷ്മി നാരായണൻ എത്തുകയാണ്. അന്നയുടെ വീട്ടിലെത്തിയ സമയത്താണ് അന്നയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന കാര്യം ലക്ഷ്മി നാരായണന് മനസ്സിലാകുന്നതും. അവർ രണ്ടുപേരും മരണപ്പെട്ടിരുന്നു. അവരുടെ ഫോട്ടോയും വീട്ടിൽ തൂക്കിയിട്ടുണ്ട്. നീ ഇത്രയും നാൾ എന്താ ഞങ്ങളോട് ഇത് പറയാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ പറയാതിരുന്നത് എല്ലാവരും എന്നെ ഒരു സിമ്പതിയോട് കൂടിയായിരിക്കും നോക്കുന്നത്. അതെനിക്ക് ഇഷ്ടമല്ല. എന്റെ അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷേ നാട്ടിലെ കല്ലറയിലാണെന്ന് മാത്രമെന്ന് അവൾ പറയുന്നു. അത് കേട്ടതും ലക്ഷ്മി നാരായണനും ആകെ സങ്കടമാവുകയാണ്. വാ നമുക്ക് പുറത്തു പോകാമെന്ന് പറഞ്ഞ് അന്നയെ കൂട്ടിക്കൊണ്ടു പോകുവാനായും റെഡിയാകുന്നു. എന്നാൽ അതേസമയം തന്നെ അന്നയുടെ വീട് നിറയെ സൈക്കോയെ പറ്റിയുള്ള ബുക്കുകളൊക്കെയായിരുന്നു, സൈക്കോ കില്ലിങ്ങിനെ പറ്റിയൊക്കെയുള്ള. മാത്രമല്ല അങ്ങനെ കുറെ ആയുധങ്ങളൊക്കെ അവൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അത് കണ്ട ലക്ഷ്മി നാരായണനാണെങ്കിൽ നീ എന്താ വല്ല സൈക്കോയുമാണോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ നീ ഒരു സൈക്കോയാണെന്നേ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. അവർ രണ്ടുപേരും പോയത് ഒരു പബ്ബിലേക്കായിരുന്നു. പബ്ബിൽ പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് ലക്ഷ്മി നാരായണനെ പെട്ടെന്ന് കാണാതാക്കുകയാണ്. അന്നെ ആകെ ടെൻഷനാകും. അവൾ പുറത്ത് ഗാർഡൻ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അവിടെ പെട്ടെന്നൊരു ലൈറ്റൊക്കെ തെളിയുകയാണ്. സർപ്രൈസ് ആയിട്ട് ലക്ഷ്മി നാരായണൻ കേക്കുമായി വരുന്നു. അന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ അവൾക്ക് ഒരു പാർട്ടി തന്നെ കൊടുക്കുകയാണ്. അന്നയ്ക്ക് ഒരുപാട് സന്തോഷമായി. അതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ബൈക്കിൽ പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ അന്നയുടെ ബന്ധുവായ ഡേവിഡ് അവരെ തടഞ്ഞു നിർത്തുകയാണ്. ആരാടി ഇവൻ, ഇവനോട് എന്തിനാടി ഈ സമയത്തേക്ക് കറങ്ങി നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവളെ മോശമായി പറയും. ദേഷ്യമെന്ന അന്നയാണെങ്കിൽ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്നുള്ള രീതിയിൽ അവനെ വഴക്കം പറയും. എന്നാൽ പിന്നീടുള്ള അവന്റെ സംസാരമെല്ലാം വളരെ മോശമായിരുന്നു. അത് കേട്ട അന്നയാണെങ്കിൽ ലക്ഷ്മി നാരായണനോട് അവനെ തല്ലുവാനായും പറയുന്ന സമയത്ത് ലക്ഷ്മിക്കാണെങ്കിൽ അതിനൊന്നും താല്പര്യമില്ല. നാളെ ആകട്ടെ എന്ന മട്ടിൽ തല്ലൊന്നും വേണ്ട, ഞങ്ങളെ വെറുതെ വിട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പോകുന്ന വഴിയിലെല്ലാം അന്നെ ലക്ഷ്മിയെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്താടാ ഇങ്ങനെ, ഒരടിയെങ്കിലും കൊടുത്തുകൂടായിരുന്നു അവന്, ഇത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയം തന്നെ ഡേവിഡാണെങ്കിൽ തന്റെ ഫ്രണ്ട്സുമായി എത്തി അവരെ തടഞ്ഞു നിർത്തുകയാണ്. അത്രയും നേരവും അടി വേണ്ട വേണ്ട എന്ന് കരുതി മുന്നോട്ട് പോയ ശാന്ത സ്വഭാവനായ ലക്ഷ്മി നാരായണന്റെ സ്വഭാവമേ മാറി. ഇനി ഇവന്മാർ അടി കൊണ്ടേ പോകൂ എന്ന് തീരുമാനിച്ച് ലക്ഷ്മി അവരെ തല്ലുകയാണ്. അങ്ങനെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. ആ ഫൈറ്റിനൊടുവിൽ ഡേവിഡിനെ ലക്ഷ്മി ഒന്ന് വിരട്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ ഇരിക്കെ ലക്ഷ്മി നാരായണനോടൊപ്പം അടുത്ത ദിവസം ഉണ്ടായിരുന്നത് നൈല എന്നൊരു പെൺകുട്ടിയായിരുന്നു. അവിടെ നിന്ന് ഗസ്റ്റായിട്ട് എത്തിയത് സിറ്റി പോലീസ് കമ്മീഷണറായ റേച്ചൽ ആയിരുന്നു. റേച്ചലിനോട് അവരൊരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് റേച്ചൽ അതിന് മറുപടിയൊക്കെ കൊടുത്തത്. മുൻപൊരു കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി കിട്ടിയില്ലായിരുന്നു. ആ കേസ് അന്വേഷിക്കുന്നത് റേച്ചൽ തന്നെയായിരുന്നു. റേച്ചലും ഗ്യാങ്ങും നേരെ പോയത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെ കാണുവാനായിട്ടായിരുന്നു. ഡോക്ടറിനോട് വിവരം തിരക്കുന്ന സമയത്ത് ഒരാളെ കടത്തിക്കൊണ്ടുപോയി 2 ദിവസം ടോർച്ചർ ചെയ്തതിന് ശേഷമാണ് ബോഡി കത്തിച്ചിരിക്കുന്നത്. അത്രയും ക്രൂരമായി ടോർച്ചർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മുൻവൈരാഗ്യമാകാം. ഇനിയും ഇത് തുടരാനാണ് സാധ്യതയെന്നും ഡോക്ടർ പറയുകയാണ്. അത് കേട്ട റേച്ചലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇനിയും ഇത് തുടരുമെന്ന് പറയാൻ കാരണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയും, ഈ ഒരു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുത്ത സമയത്ത് ഡെഡ് ബോഡിയുടെ വായ്ക്കുള്ളിൽ നിന്നും ഒരു പെൻഡ്രൈവ് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ ആ പെൻഡ്രൈവ് റേച്ചലിനെ ഏൽപ്പിക്കും. പെൻഡ്രൈവ് ഓപ്പണാക്കി നോക്കുന്ന സമയത്താണ് ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. കത്തിക്കരിഞ്ഞു കിടക്കുന്ന ഡെഡ് ബോഡി മുകുന്ദന്റെ തന്നെയായിരുന്നു. മുകുന്ദൻ അതിൽ പറയുന്നത് എന്തെന്നാൽ ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നായിരുന്നു. മുകുന്ദനെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടാണ് കില്ലർ അവനെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നതും. അതിനുശേഷമാണ് ബോഡി കത്തിച്ചു കളഞ്ഞതും. എന്നാൽ ആ വീഡിയോയിൽ ടു ബി കണ്ടിന്യൂഡെന്നും എഴുതിയിട്ടുണ്ട്. ഉറപ്പായും ഇത് തുടരാൻ സാധ്യതയുണ്ടെന്ന് റേച്ചലിനും കൂട്ടർക്കും മനസ്സിലായി. റേച്ചലി മുകുന്ദനെ പറ്റി മറ്റുള്ള പോലീസുകാരോട് അന്വേഷിക്കുന്ന സമയത്ത് മുകുന്ദൻ ഒറ്റയ്ക്കാണ് താമസമെന്നും ഒരു വലിയ ബിസിനസ്സുകാരനാണെന്നും അവർ പറയും. കൂടുതൽ ഡീറ്റെയിൽസ് മുകുന്ദനെ കുറിച്ച് അറിയുവാനായിട്ട് അസിസ്റ്റന്റായ മുരളിയോടും ആനന്ദിനോടും പറഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് മറ്റൊരു ബിസിനസ്സുകാരനായ ഗോപിയാണ്. ഗോപി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ കാശ് കൊടുത്ത് കുറച്ച് സ്വർണത്തിന് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് വരണേ, ഒരു തടസ്സവും ഉണ്ടാവരുതേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അതേ സമയം തന്നെയായിരുന്നു ഗോപിയുടെ അസിസ്റ്റന്റിന് ഒരു കോൾ വന്നതും. ആ കോൾ എടുത്തതും അയാൾ ഷോക്കായി പോവുകയാണ്. അതിനുശേഷം നേരെ വന്നത് ഒരു പോലീസിനടുത്തേക്കായിരുന്നു.
കാരണം എന്തെന്നാൽ ഈ ഗോപി സ്വർണത്തിന് വേണ്ടി കാശ് ഏൽപ്പിച്ചത് മുകുന്ദനെ തന്നെയായിരുന്നു. മുകുന്ദന്റെ മരണവാർത്ത അറിഞ്ഞ അവരാണെങ്കിൽ നേരെ പോലീസിനടുത്തെത്തി എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. മുകുന്ദന്റെ കയ്യിലാണ് സ്വർണം വാങ്ങുവാനായിട്ട് കാശ് ഏൽപ്പിച്ചിരുന്നതെന്നും മുകുന്ദന്റെ സ്വർണത്തിന്റെ ബിസിനസ്സാണ്, അതുകൊണ്ടാണ് അയാൾ ഈ ലെവലിൽ എത്തിയെന്നും പറയുമ്പോൾ, ഏയ് മുകുന്ദൻ അങ്ങനെ ഒരാളൊന്നുമല്ല, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ തെളിവിനായിട്ട് അവരൊരു വീഡിയോയും കാണിച്ചു കൊടുക്കുന്നു. എന്തെന്നാൽ അന്ന് സ്വർണം വാങ്ങുവാനായിട്ട് ഈ ഗോപിയാണെങ്കിൽ കുറച്ച് കാശ് ഏൽപ്പിച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം അവരൊരു പാർട്ടി നടത്തിയിരുന്നു. ആ പാർട്ടിയിൽ മുകുന്ദനും പങ്കെടുത്തിരുന്നു. ആ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും വീഡിയോ ഗോപിയുടെ അസിസ്റ്റന്റ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം മാറി നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു മുകുന്ദൻ. സ്വർണം കടത്തുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു മുകുന്ദൻ ആ ഫോണിൽ സംസാരിക്കുന്നതും. അതിൽ നിന്നെല്ലാം ആ ഒരു പോലീസ് ഓഫീസറിനും സ്വർണമൊക്കെ കടത്തുന്നതിൽ മുകുന്ദന് ബന്ധമുണ്ട് എന്ന കാര്യവും മനസ്സിലായി. ഉടനെ തന്നെ റേച്ചലിനടുത്തെത്തി ആ വിവരം പറയുകയും ചെയ്തു. സമൂഹത്തിന് മുന്നിൽ നല്ലവനായ മുകുന്ദന് ഇങ്ങനെയും കുറച്ച് ഇടപാടുകൾ ഉണ്ടായിരുന്നുവല്ലേ. അപ്പോൾ ഈ സ്വർണം കടത്തലിൽ ആർക്കോ വൈരാഗ്യം തോന്നിയാകാം മുകുന്ദനെ കൊന്നിട്ടുണ്ടാവുക എന്നൊരു തോന്നൽ റേച്ചലിനും ഉണ്ടാവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ലക്ഷ്മി നാരായണനും അന്നയും ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അന്നയാണെങ്കിൽ ലക്ഷ്മിയോട് ചോദിക്കും, നീ എന്റെ ഫാമിലിയെ പറ്റി അറിഞ്ഞു, ഇനി നിന്റെ ഫാമിലിയെ പറ്റി പറയുവാനായും പറഞ്ഞു. ലക്ഷ്മിയാണെങ്കിൽ അവന്റെ ഫാമിലിയുള്ള ഓരോ മെമ്പേഴ്സിനെ പറ്റിയും അവരെ എത്രമാത്രം അവന് ഇഷ്ടമാണെന്നുള്ള കാര്യവും അന്നയോട് പറയുകയാണ്. അതിനുശേഷം അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മാറി അതൊരു ലവുമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചാർലി എന്നൊരാളിനെയാണ്. രാത്രിയായപ്പോൾ ഒരു കാടിന് നടുവിലൂടെയുള്ള റോഡിൽ കൂടി അയാൾ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഒരു പെണ്ണിനോട് സംസാരിച്ചു കൊണ്ടാണ് പോകുന്നത്. അവളുടെ പേരാണ് രേവതി. ഒരു ഘട്ടം എത്തിയപ്പോൾ ഒരു കാട്ടുപന്നിയാണെങ്കിൽ കുറുകെ ചാടിപ്പോയപ്പോൾ അയാൾ ഉറക്കി നിലവിളിക്കും. അത് കേട്ട രേവതിയാണെങ്കിൽ എങ്കിലിനി ഫോണിൽ സംസാരിക്കേണ്ട, സൂക്ഷിച്ചു വണ്ടി ഓടിക്കുവാനായും പറഞ്ഞ് കോളും കട്ട് ചെയ്യുന്നു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആരോ മനഃപൂർവ്വം റോഡിൽ ആണിയൊക്കെ പറക്കിയിട്ടിരിക്കുകയായിരുന്നു. ചാർലിയുടെ വണ്ടി പഞ്ചറാവുകയും ചെയ്തു. പക്ഷേ മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്ന് ഈ ചാർലിക്ക് മനസ്സിലായതേയില്ല. അതേസമയം ചാർലിക്ക് ഒരു കോൾ വരും. അത് പക്ഷേ രേവതിയായിരുന്നില്ല, ചാർലിയുടെ വൈഫായ മെർലിൻ ആയിരുന്നു. മെർലിനോട് എന്റെ വണ്ടി പഞ്ചറായി, ഞാൻ ഉടനെ വരും, കുറച്ച് താമസിക്കുമെന്നൊക്കെ പറഞ്ഞ് കോളും കട്ട് ചെയ്യുകയാണ്. അതേസമയം തന്നെ അതുവഴി ഒരു ആംബുലൻസ് പോകുന്നു. ആ ആംബുലൻസിന് ചാർലി കൈ കാണിക്കുകയും ചെയ്യും. ആംബുലൻസിൽ കയറിയ ചാർലി ആണെങ്കിൽ മെർലിനെ വിളിച്ചിട്ട് എനിക്കൊരു ആംബുലൻസ് കിട്ടി, ഞാൻ ഉടനെ വരുമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയും ചെയ്തു. വണ്ടിയിൽ പോവുകയായിരുന്ന ചാർലി ആണെങ്കിൽ തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നതിനാൽ വണ്ടിക്കാരൻ വണ്ടി നിർത്തി. പുറത്തു പോയി കാര്യമൊക്കെ കഴിഞ്ഞ് തിരിയുന്ന സമയത്തായിരുന്നു മാസ്ക് ഇട്ട രീതിയിൽ ഒരാളെ ചാർലി കാണുന്നതും. അത് യഥാർത്ഥത്തിൽ ആ കില്ലർ തന്നെയായിരുന്നു. ചാർലിയും കില്ലറും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കും. ഫൈറ്റിനൊടുവിൽ ചാർലിയെ അടിച്ച് ബോധം കെടുത്തി കില്ലറാണെങ്കിൽ തന്റെ താവളത്തിലേക്ക് കൊണ്ടുപോയി. എങ്ങനെയാണോ മുകുന്ദനെ കൊണ്ടുപോയി കെട്ടിയിട്ടത് അതുപോലെ തന്നെ കൊണ്ടുപോയി ഉപദ്രവിക്കുകയാണ് ചാർലിയെയും. അടുത്ത ദിവസം ചാർലിയുടെ ഭാര്യയായ മെർലിൻ ആണെങ്കിൽ റേച്ചലിനെ കാണുവാനായി എത്തിക്കുകയാണ്. എന്റെ ഭർത്താവിനെ കാണാനില്ല, ദേ ഭർത്താവിന്റെ മൊബൈലിൽ നിന്നും അവസാനമായി എനിക്ക് വന്ന വീഡിയോ ആണ്, എന്റെ ഭർത്താവിനെ ആരോ കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണെന്ന് റേച്ചലിനോട് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. എന്നെ രക്ഷിക്കണേ എന്നായിരുന്നു ആ വീഡിയോയിൽ ചാർലി പറഞ്ഞുകൊണ്ടേയിരുന്നതും. ചാർലിയെ ആരോ ക്രൂരമായി ഉപദ്രവിക്കുന്നുമുണ്ടായിരുന്നു. അവസാനമായി കയറിയത് ഏത് സ്ഥലത്തു നിന്നാണെന്നും അതൊരു ആംബുലൻസിലാണെന്നും മെർലിൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതേ സ്ഥലത്തേക്ക് റേച്ചലും കൂട്ടരും എത്തി. അവിടെ നിന്നും ചാർലിയുടെ വണ്ടിയും കണ്ടെത്തുകയാണ്. ആ വണ്ടിയിൽ എഴുതി വെച്ച രീതിയിൽ ഒരു ഫോറിൻ നമ്പരും ഉണ്ടായിരുന്നു. അതെന്തെന്നും അവൾ നോക്കുന്ന സമയത്തായിരുന്നു അവളുടെ അസിസ്റ്റന്റായ ആനന്ദ് ദേ ആ ചാർലിയുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യമെന്ന് പറഞ്ഞതും. അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവരങ്ങോട്ട് പോവുകയായിരുന്നു. ഒരു കാടിനുള്ളിലായിരുന്നു ആ ലൊക്കേഷൻ കാണിച്ചതും. അവിടെ ആ ആംബുലൻസും ഉണ്ടായിരുന്നു. അവിടെ അടഞ്ഞു കിടന്നിരുന്ന താവളത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അവിടെ അവർ കണ്ടത് കത്തിക്കരിഞ്ഞ ചാർലിയുടെ ഡെഡ് ബോഡിയായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്നും അന്ന് മുകുന്ദന് കിട്ടിയതുപോലെ തന്നെ ഒരു വീഡിയോ ഫുട്ടേജും അവർക്ക് കിട്ടുകയാണ്. അതിലെങ്ങനെയാണോ മുകുന്ദനെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് അതുപോലെ തന്നെയാണ് ചാർലിയും ക്രൂരമായി ഉപദ്രവിക്കുന്നത്. അത് കണ്ട് മെർലിന് സഹിക്കാൻ പറ്റിയില്ല. റേച്ചലാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ ഭർത്താവിനെ കൊന്ന ആളിനെ ഞങ്ങൾ കണ്ടുപിടിക്കുമെന്നും വാക്കും കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം ഡെഡ് ബോഡി കിടന്ന സ്ഥലത്ത് ഫോറൻസിക് വിഭാഗം എത്തി ഫിംഗർ പ്രിന്റ് വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. ഒരു ഫിംഗർ പ്രിന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കുവാനായിട്ട് റേച്ചൽ ഏർപ്പാടാക്കുകയും ചെയ്തു. അതേസമയം തന്നെ CCTV ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും കില്ലറിന്റെ രൂപമൊന്നും കിട്ടുന്നില്ല. പക്ഷെ ആ ഒരു ആംബുലൻസിനുള്ളിൽ ചാർലി ഇരിക്കുന്നത് മാത്രമേ അവർക്ക് കാണാനായും പറ്റുന്നുള്ളൂ. അത് കണ്ടതും റേച്ചലിന് ആകെ ദേഷ്യം. മാത്രവുമല്ല ഒരു വിവരം കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് ഇൻസ്പെക്ടർ പറയുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് രേവതിയാണ്. രേവതി ഒരാൾ വിളിച്ചിട്ട് എനിക്കൊരു പെൺകുട്ടിയെ വേണം, നീ ഏർപ്പാടാക്കി തരുമോ എന്ന് പറയുമ്പോൾ രേവതിയാണെങ്കിൽ ആദ്യം നീ കാശിയേക്ക്, എന്നിട്ട് പെൺകുട്ടിയെ കൊണ്ടുവരാമെന്നും അവൾ പറയുന്നു. കാശ് അയച്ച ഉടനെ തന്നെ പെൺകുട്ടിയുമായി ആ ഫോൺ വിളിച്ച ആളിനടുത്തേക്ക് എത്തുകയാണ്. അത് മറ്റാരുമല്ല, പോലീസ് തന്നെയായിരുന്നു.
പോലീസ് ഏർപ്പാടാക്കിയ വലയിലായിരുന്നു രേവതി വീണതും. എന്തെന്നാൽ രേവതി അവസാനമായി സംസാരിച്ചത് ഈ ചാർലിയോടായിരുന്നല്ലോ. ചാർലിയുടെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ചപ്പോൾ അവർക്ക് രേവതിയെ പിടികിട്ടി. രേവതിയെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ചാർലിയെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ചാർലി എന്റെ ക്ലയന്റ് ആയിരുന്നു. എന്റെ അടുത്ത് വന്നിട്ട് പോകുന്നതിന് ശേഷമാണ് ചാർലിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ നീയല്ലേ ആ കില്ലറിന് വിവരം കൊടുത്ത് ചാർലിയെ കൊല്ലിച്ചതെന്ന് റേച്ചൽ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കൊന്നും അറിയില്ല, എനിക്കതുമായി യാതൊരുവിധ ബന്ധവും ഇല്ലെന്ന് പറയും. അത് കേട്ട റേച്ചലാണെങ്കിൽ എന്നാൽ ശരി, നിനക്ക് മുകുന്ദനെ അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കുറച്ചുനേരം ആലോചിച്ചതിന് ശേഷം രേവതിയാണെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയും. അത് കേട്ട് ദേഷ്യമെന്ന് റേച്ചലാണെങ്കിൽ അവൾക്കിട്ടൊന്ന് കൊടുക്കുകയാണ്. എന്നാൽ രേവതിയാണെങ്കിൽ എനിക്കറിയാം, മുകുന്ദനും എന്റെ ക്ലയന്റ് ആയിരുന്നു. പക്ഷേ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞത് മുകുന്ദന്റെ പേരിൽ ഒരു സ്വർണ്ണ കേസ് കിടക്കുന്നുണ്ടല്ലോ, അതെന്റെ തലയിൽ വരുമെന്ന് പേടിച്ചാണ് ഞാനത് പറയാത്തത്. അല്ലാതെ ഇവരുടെ രണ്ടുപേരുടെയും കൊലപാതകങ്ങൾ തമ്മിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും രേവതി പറയുന്നു. രേവതി വെറും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്, അല്ലാതെ ഇവരുടെ കൊലപാതകത്തിലൊന്നും അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല. അത് റേച്ചലിന് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വശത്ത് മെർലിനെ ഒരാൾ സിംഗപ്പൂരിൽ നിന്ന് വിളിച്ചു. നിന്റെ ഭർത്താവിന്റെ മരണത്തിനെ പറ്റി ഞാൻ അറിഞ്ഞു. സഹോദരി, നീ വിഷമിക്കേണ്ട. ഉറപ്പായും അവനെ ആ ക്രൂരമായി കൊന്ന ആളിനെ ഞാൻ കണ്ടുപിടിക്കും. അവനോട് ഞാൻ പ്രതികാരം വീടും എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് കോള് അവൾ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ആരാണെന്ന് അറിയാമോ എന്ന് റേച്ചൽ ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല. എന്നോട് ഇതുവരെയും ഇങ്ങനൊരാളിനെ പറ്റി എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടേയില്ല. അത് ആരാണെന്നും എനിക്കറിയില്ല എന്നും മെർലിൻ പറയുമ്പോൾ എന്നാൽ ശരി, ഇനി വിളിക്കുന്ന സമയത്ത് സമാധാനത്തോടെ സംസാരിച്ച് അതാരെന്ന് മനസ്സിലാക്കുവാനായി റേച്ചൽ പറയും. മെർലിൻ അതിനെ സമ്മതിക്കുകയും ചെയ്തു. ആ വിളിച്ച ആളുടെ പേര് പീറ്ററാണ്. പീറ്ററിന്റെ സിംഗപ്പൂരിലെ നമ്പറാണ് അന്ന് ചാർലി തന്റെ കാറിൽ എഴുതിയിട്ടിരുന്നതും. പീറ്ററിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്തായിരുന്നു പീറ്റർ കേരളത്തിലേക്ക് വരുവാനായിട്ട് ടിക്കറ്റ് എടുത്ത കാര്യവും മനസ്സിലാകുന്നതും. പീറ്റർ വരുന്ന ദിവസം തന്നെ എങ്ങനെയും അവനെ പൊക്കണമെന്നാണ് പോലീസുകാരുടെ പ്ലാൻ. പീറ്റർ എന്നാൽ എത്രയും വേഗം തന്നെ കേരളത്തിലേക്കും എത്തിയിരുന്നു. അത് മനസ്സിലാക്കിയ റേച്ചലാണെങ്കിൽ നമ്മുടെ മെർലിനെ വിളിച്ചിട്ട് അയാൾ വരുന്നുണ്ട്, നീ അയാളെ സമാധാനത്തോടെ സംസാരിച്ച് വീട്ടിൽ തന്നെ ഇരുത്തണം, ഞങ്ങൾ വന്ന് പിടികൂടുമെന്നും പറയുന്നു. എന്നാൽ അതേസമയം തന്നെ എയർപോർട്ടിൽ നിന്നും നേരെ മെർലിനെ കാണുവാനായിട്ട് വരുന്ന പീറ്റർ ആണെങ്കിൽ മെർലിനെ ഫോൺ വിളിക്കും. സഹോദരി, നീ പേടിക്കേണ്ട, ഉറപ്പായും നിന്റെ ഭർത്താവിനെ കൊന്നാളിനെ ഞാൻ കണ്ടുപിടിക്കും. അത് കേട്ട മെർലിൻ ആണെങ്കിൽ നിങ്ങളും ചാർലിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോഴേക്കും പീറ്ററിന് മറ്റൊരു കോൾ വന്നിരുന്നു. എനിക്ക് മറ്റൊരു കോൾ വരുന്നു, ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് പീറ്റർ കോളും കട്ട് ചെയ്തു. എന്നിട്ട് ആ വന്ന കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു പെണ്ണായിരുന്നു വിളിച്ചത്. എടാ, ഞാൻ ആ കൊലപാതകങ്ങളെല്ലാം ചെയ്തത്. 2 പേരെ ഞാൻ കൊന്നു, അടുത്ത 3ാമത്തത് നീയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഞാനുള്ള സ്ഥലത്തേക്ക് വരാനായും പറഞ്ഞ് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പീറ്റർ ആണെങ്കിൽ ഉടനെ തന്നെ അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുവാനായും തീരുമാനിച്ചു. എന്നിട്ട് മെർലിനെ വിളിച്ചിട്ട് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു പെണ്ണാണ്, അവളിപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഞാൻ അവളെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. മെർലിൻ ആ വിവരം റേച്ചലിനെ അറിയിക്കും. റേച്ചൽ അതേസമയം മെർലിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നല്ലോ. എന്നാൽ പീറ്റർ ആണെങ്കിൽ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയെന്നും അവർക്ക് മനസ്സിലായി. എന്നാൽ ഒരു ഘട്ടത്തിൽ പീറ്ററിനെ ആണെങ്കിൽ ആനന്ദ് പിടികൂടുകയാണ്. എന്നാൽ ആനന്ദ് ആണെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പീറ്ററിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാൽ അതേസമയം റേച്ചലും ആ മുരളി എന്നൊരു പോലീസും ആനന്ദിന്റെ അടുത്തെത്തി. ഇതുവരെയും അന്വേഷിച്ചതിൽ നിന്ന് പീറ്ററിനെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് ആനന്ദ് കള്ളം പറഞ്ഞു. എന്തിനായിരിക്കാം ആനന്ദ് കള്ളം പറഞ്ഞതെന്ന് മനസ്സിലാകുന്നതേയില്ല. അത് ചിലപ്പോൾ പിന്നീട് കാണിക്കുമായിരിക്കും. അങ്ങനെ പീറ്റർ ആ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. അത് വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായി ആ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ പീറ്റർ അവിടേക്ക് ചെന്ന് നിന്നെ ഞാൻ കൊല്ലുമടി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. ഉറപ്പായും ഒരു പെണ്ണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമോ എന്നൊക്കെ പീറ്ററും ചിന്തിക്കുന്നു. എന്നാൽ ആ ഫൈറ്റിനൊടുവിൽ അടിച്ചവശനാക്കിയ പീറ്ററിനെ കൊണ്ടുപോയി കെട്ടിയിടുകയാണ് ചെയ്തത്. എങ്ങനെയാണോ മുകുന്ദനോടും ചാർലിയോടും ചെയ്തത് അതുപോലെ തന്നെ ദ്രോഹങ്ങളും പീറ്ററിനോടും ചെയ്യുകയാണ്. അടുത്ത ദിവസം ആനന്ദിന്റെ കാറാണെങ്കിൽ വാഷ് ചെയ്യുവാനായിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. ആ കാർ വാഷ് ചെയ്യുന്നതിനിടയിൽ ഡിക്കിയിൽ നിന്നും ഒരു ഡെഡ് ബോഡി അവർ കണ്ടെത്തുന്നു. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. അത് മറ്റാരുടെയും ഡെഡ് ബോഡി ആയിരുന്നില്ല, പീറ്ററിന്റെ ഡെഡ് ബോഡി ആയിരുന്നു. എന്നത്തെയും പോലെ തന്നെ പീറ്ററിന്റെ ബാക്കിയുള്ളിൽ നിന്നും ഒരു പെൻഡ്രൈവ് കിട്ടുകയാണ്. ആ പെൻഡ്രൈവിൽ എന്തെന്നാൽ ഞാൻ ചെയ്ത തെറ്റിനുള്ള ഫലം ഞാൻ അനുഭവിക്കുന്നു എന്നായിരുന്നു ഉണ്ടായിരുന്നതും. അതിനുശേഷമാണ് പീറ്ററിനെ കത്തിച്ച് കൊന്നുകളഞ്ഞതും. തുടരെ 3 മരണങ്ങളായപ്പോൾ DGP ആണെങ്കിൽ കമ്മീഷണറിനെയും ആനന്ദിനെയും വിളിച്ച് ഒരുപാട് വഴക്ക് പറയും. 24 മണിക്കൂർ നിങ്ങൾക്ക് സമയം തരാം, അതിനുള്ളിൽ ഈ ഒരു കുറ്റവാളി ആരെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങളെ സസ്പെൻഡ് ചെയ്യുമെന്നും പറയും. എന്നാൽ ആനന്ദാണെങ്കിൽ എന്റെ കാറിൽ നിന്നുമല്ല ഡെഡ് ബോഡി കണ്ടെത്തിയത്, അതുകൊണ്ട് ഞാനല്ല കുറ്റവാളി എന്ന് തെളിയിക്കാൻ എനിക്ക് ഉറപ്പായും ഈ കേസ് തെളിയിച്ചേ പറ്റൂ, ഞാനും ഉറപ്പായും ഇത് കണ്ടുപിടിക്കുമെന്ന് DGPയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അന്നേ ദിവസം രാത്രിയാണെങ്കിൽ 3 പേരുടെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ ആ പെൻഡ്രൈവുകളും മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു റേച്ചൽ. അവൾക്ക് അതിൽ നിന്നും എന്തോ ഒരു സൂചന കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു.
അതുപോലെ തന്നെ സംഭവിച്ചു. അടുത്ത ദിവസം റേച്ചലും ഗ്യാങ്ങും എത്തിയത് ആ ഒരു FM സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ അന്നുണ്ടായിരുന്നത് നൈലയായിരുന്നു. നൈലയോടും കൂട്ടരോടും പോലീസുകാർ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെന്തെന്ന് കാണിക്കുന്നതേയില്ല. പോലീസുകാർ നേരെ പോയത് അന്നയുടെ വീട്ടിലേക്കായിരുന്നു. അന്ന അതേസമയം ഒരു സൈക്കോ ത്രില്ലർ മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം പോലീസുകാർ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഉടനെ തന്നെ അവർ അന്നയുടെ കാലിൽ തട്ടും. അന്ന തിരിഞ്ഞു നോക്കിയപ്പോൾ ഷോക്കായി പോയി. ഇത്രയും പോലീസുകാരോ എന്ന് അവൾ ചിന്തിക്കുകയാണ്. അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഈ ലക്ഷ്മി നാരായണനാണെങ്കിൽ അവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ഹോസ്പിറ്റലിലായിരുന്നു. ഉടനെ തന്നെ അന്ന ലക്ഷ്മിയെ ഫോൺ വിളിക്കും. അന്ന കാര്യം പറയുന്ന സമയത്ത് ലക്ഷ്മിയാണെങ്കിൽ അടുത്തുള്ള പോലീസുകാർക്ക് ഫോൺ കൊടുക്കുവാനായി പറഞ്ഞു. അങ്ങനെ അവൾ റേച്ചലിന് ഫോൺ കൊടുക്കുകയാണ്. നിങ്ങൾ അവളെ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് എന്നെയല്ലേ ആവശ്യം, ഞാൻ പറയുന്ന സ്ഥലത്ത് വരാനായി പറഞ്ഞ് ഹോസ്പിറ്റലും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാരെല്ലാം ഹോസ്പിറ്റലിലേക്കും എത്തി. അവിടെ എല്ലാവരും ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വളഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ രക്ഷപ്പെടാനൊന്നും ശ്രമിക്കാതെ ലക്ഷ്മിയാണെങ്കിൽ പോലീസിന് പിടികൊടുക്കുകയും ചെയ്തു. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ലക്ഷ്മിയെ ആനന്ദ് ക്രൂരമായി തല്ലും. അത് കണ്ടുകൊണ്ടുവന്ന റേച്ചലാണെങ്കിൽ എന്തിനാ ഇങ്ങനെ തല്ലി അവശനാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുരളി പറയും, ഞങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞതാണ്, എന്നിട്ടും ആനന്ദ് കേൾക്കുന്നില്ല എന്ന് മുരളി പറയുന്നു. എന്താണോ എന്തോ ആനന്ദിന് ഇത്ര വൈരാഗ്യമെന്നും പറയുന്നുണ്ട്. അവശനായ ആ റൂമിലിരിക്കുന്ന ലക്ഷ്മിയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കുകയും വിരൽ കൊണ്ട് ഒന്നെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം പുറത്തുനിന്ന് ആ ഡോക്ടറും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇനി മിക്കവാറും ഒരു കൊലപാതകം കൂടി അവൻ ചെയ്യാൻ സാധ്യതയുണ്ട്, അതിന്റെ സൂചനയായിരിക്കും ആ തരുന്നതെന്ന് പറയുമ്പോൾ നേരെ റേച്ചൽ അകത്ത് ചെന്നിട്ട്, നീ ഇനി ഒരാളെ കൂടി കൊല്ലുവാൻ പോവുകയാണല്ലേ, അതുറപ്പായി നടക്കത്തില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചതെന്നും ലക്ഷ്മി ചോദിക്കുന്നു. അപ്പോൾ റേച്ചൽ പറയും, അന്ന് ആ ഒരു 3 വീഡിയോസും മാറി മാറി പരിശോധിക്കുകയായിരുന്നല്ലോ റേച്ചൽ. അതിലൊരു വീഡിയോയിൽ കത്തിയിൽ നിന്നും ഇവന്റെ മുഖമാണെങ്കിൽ മനസ്സിലായിരുന്നു, മുഖം മുഴുവനുമല്ല കണ്ണ് മാത്രം. അവന്റെ കണ്ണ് കണ്ടതും റേച്ചലിന് ഒരു സംശയം തോന്നി. എങ്ങനെയും അത് കണ്ടുപിടിക്കുവാനായും തീരുമാനിച്ചു. അന്ന് ആ കൊലപാതക സ്ഥലത്ത് നിന്നും ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയിരുന്നല്ലോ. സംശയം തോന്നിയ റേച്ചലാണെങ്കിൽ ഒരിക്കൽ ഈ ഒരു ലക്ഷ്മിയാണെങ്കിൽ റേച്ചലിനെ കാണാൻ വന്നിരുന്നു. അന്നൊരു പെൻഡ്രൈവ് ലക്ഷ്മി റേച്ചലിനെ ഏൽപ്പിച്ചിരുന്നു. ആ പെൻഡ്രൈവിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റും കൊലപാതക സ്ഥലത്ത് നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും തമ്മിൽ പരിശോധിച്ച് നോക്കിയ സമയത്ത് രണ്ടും മാച്ച് ആകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ലക്ഷ്മിയെ കണ്ടെത്തിയതെന്നും പറയും. നീ എന്തിനാ ഈ ഒരു കൊലപാതകം ചെയ്തത്, അതിനുള്ള കാരണം എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞ മറുപടി എന്തെന്നാൽ, ഇനി ഒരാളെ കൂടി എനിക്ക് കൊല്ലുവാനുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്ന് സറണ്ടർ ആകാം, അന്നേരം എല്ലാ സത്യവും തുറന്നു പറയാമെന്നും പറയും. അതേസമയം തന്നെ ലക്ഷ്മിയാണ് കൊലപാതകി എന്ന കാര്യം ന്യൂസിലെല്ലാം വൈറലായിരുന്നു. ലക്ഷ്മിയെ മയക്കി കിടത്തിയിട്ട് അവൻ കൊല ചെയ്യാനുള്ള കാര്യങ്ങൾ ഡോക്ടർ വഴി കണ്ടെത്താമെന്നായിരുന്നു റേച്ചൽ കരുതിയതും. അവന്റെ ദേഹത്ത് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തതിനു ശേഷം കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പകുതി ബോധത്തിൽ കുറച്ചു കാര്യങ്ങളൊക്കെ ലക്ഷ്മി തുറന്നു പറയുന്നു. അപ്പോൾ അന്ന് മാസ്ക് ഇട്ടല്ലേ എല്ലാവരെയും കടത്തിക്കൊണ്ടുപോയി തല്ലുന്നതൊക്കെ കാണിച്ചത്, പിന്നീട് മാസ്ക് ഇടാതെയുള്ള ലക്ഷ്മിയുടെ രൂപമാണ് കാണിക്കുന്നതും. അതിനുശേഷം ലക്ഷ്മി മയങ്ങി പോവുകയും ചെയ്തു. എന്നാൽ അതേസമയം തന്നെ പോലീസുകാരാണെങ്കിൽ ഒരു വിവരം കണ്ടെത്തിയിട്ട് കൊണ്ടുവരികയാണ്. എന്തെന്നാൽ ലക്ഷ്മിയാണെങ്കിൽ ഒരു ആപ്പ് ഉപയോഗിച്ച് സൗണ്ട് മാറ്റിയിട്ടാണ് സ്ത്രീയുടെ സൗണ്ടിൽ പീറ്ററിനോട് സംസാരിച്ചിരുന്നതും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഈ ലക്ഷ്മിയുടെ ടവർ ലൊക്കേഷൻ മറ്റൊരു സ്ഥലത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥലം കണ്ടെത്തി അവിടേക്ക് പോവുകയായിരുന്നു. അതൊരു പഴയ കാടിനുള്ളിലുള്ള ഒരു വീടായിരുന്നു. അവിടെ വെച്ചാണ് 3 പേരെയും കൊല ചെയ്തതും. അവിടെയൊക്കെ വല്ലാത്ത ദുർഗന്ധവുമായിരുന്നു. അവിടെ നിന്നും അവർക്കൊരു വീഡിയോ CD കിട്ടുകയാണ്. അത് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൽ ലക്ഷ്മി പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഈ CD പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ 3 പേരെ കൊന്നിട്ടുണ്ടാകും. അവരെ കൊല്ലാനുള്ള കാരണം എന്തെന്നാൽ ലക്ഷ്മി അത് തുറന്നു പറയുകയാണ്. അത് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നതും. പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് ഗായത്രിയെ കാണിച്ചില്ലേ, ഈ ഗായത്രിക്ക് ഒരു സഹോദരിയും ഒരു സഹോദരനും മാത്രമല്ല, അവർ മുഴുവനും 5 മക്കളാണുള്ളത്. ഗായത്രിയുടെ ഒരു സഹോദരൻ മരണപ്പെട്ടില്ലേ, പിന്നെ ഗായത്രിയും അവളുടെ 2 സഹോദരിയും അമ്മയും കൂടി ഉത്സവമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. അവർ വീട്ടിൽ വന്നപ്പോൾ വീടിനുള്ളിലായി 3 പേരുണ്ടായിരുന്നു. ആ 3 പേരും മറ്റാരുമല്ല, പീറ്ററും ചാർലിയും പിന്നെ മുകുന്ദനുമായിരുന്നു. ഇവർക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് സെൽവം ജോലി ചെയ്തിരുന്നതും. സെൽവത്തിനു വേണ്ടിയിട്ടാണ് അവരെ കൊല്ലുവാനായിട്ട് 3 പേരും എത്തിയിരിക്കുന്നതും. ഇവര് 3 പേരും ചേർന്ന് ഗായത്രിയുടെ അമ്മയെ ഒരു റൂമിനുള്ളിൽ പൂട്ടിയിട്ടിട്ട് 3 പേരെയും ക്രൂരമായി ഉപദ്രവിക്കുകയും റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അവരോടൊപ്പം ഒരു 4-മനും ഉണ്ടായിരുന്നു. 4-മന്റെ പേരറിഞ്ഞതും റേച്ചൽ ഷോക്കാവുകയാണ്. അവിടെ നിന്ന് തിരികെ പോവുകയായിരുന്ന റേച്ചലാണെങ്കിൽ DGP വിളിക്കും. പക്ഷെ DGP കോൾ എടുക്കത്തില്ല. അതിനുശേഷം തമിഴ്നാട്ടിൽ വിളിച്ച് ആ ഒരു കേസിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം റേച്ചലിന് കിട്ടുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വശത്ത് സ്റ്റേഷനിലേക്ക് എത്തിയ ആനന്ദാണെങ്കിൽ ലക്ഷ്മി നാരായണനെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അവനെ കൊല്ലുമെന്ന വിധമായി. എന്നിട്ട് ലക്ഷ്മി നാരായണനോട് ആനന്ദ് പറയും, നീയാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ മുൻപേ കൊന്നേനെ, നിന്നെ കൊല്ലാതെ വിട്ടതാ എന്റെ തെറ്റെന്ന് പറയുന്നു. പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്.
എന്തെന്നാൽ ആ നാലാമൻ മറ്റാരുമല്ല, ഈ ആനന്ദ് തന്നെയായിരുന്നു. ഗായത്രിയുടെ ഒരു സഹോദരിയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയിരുന്നു. അവളെ പിടികൂടിയത് ആനന്ദാണ് അവളെ ക്രൂരമായി റേപ്പ് ചെയ്തതും. അതിനുശേഷം 3 പേരെയും ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുവാനാണ് അവർ തീരുമാനിച്ചത്. അതിനു മുൻപ് 3 പേരെയും കൊന്ന കാര്യം സെൽവയെ വിളിച്ച് പറഞ്ഞിരുന്നു. അതേസമയം തന്നെ 3 പേരെയും മറ്റൊരു റൂമിലേക്ക് കൊണ്ടുവന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയുവാനാണ് തീരുമാനിച്ചതും. എന്നാൽ ഗായത്രിയുടെ അമ്മയെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഗായത്രിയുടെ അമ്മ ബോധം വന്നിട്ട് തന്റെ 3 മക്കളെയും രക്ഷിക്കാനായി നോക്കുമെങ്കിലും പറ്റുന്നില്ല. അവിടെ നിന്നും പുറത്തേക്ക് ഓടിയ അമ്മ നേരെ എത്തിയത് നമ്മുടെ ലക്ഷ്മി നാരായണന് മുന്നിലേക്കായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ മറ്റാരുമല്ല, ഗായത്രിയുടെ അടുത്തൊരു സഹോദരൻ തന്നെയായിരുന്നു. ഇവർ 5 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. ലക്ഷ്മിയും അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. 3 പേരെയും തീ കൊളുത്തിയിട്ട് അവിടെ നിന്നും ഈ 4 പേരും കടന്നിരുന്നു. ആ ഒരു പ്രതികാരമാണ് ലക്ഷ്മി നാരായണൻ തീർത്തതും. പിന്നീട് കാണിക്കുന്നത് ആനന്ദാണെങ്കിൽ ലക്ഷ്മിയെ കൊല്ലുവാനായിട്ട് ഒരു ഗോഡൌണിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ ലക്ഷ്മിയാണെങ്കിൽ തന്റെ ഉള്ള ആരോഗ്യം വെച്ച് എങ്ങനെയെങ്കിലും ആനന്ദിനെ തല്ലുകയാണ്. മറ്റൊരു വശത്ത് ആനന്ദുള്ള സ്ഥലം കണ്ടെത്തി അവിടേക്ക് എത്തുകയാണ് റേച്ചലും കൂട്ടരും. അതേസമയം തന്നെ ആനന്ദിനെ കൊന്ന് കത്തിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ലക്ഷ്മി നാരായണൻ. റേച്ചൽ ഉടനെ തന്നെ DGPയെ വിളിച്ച് വിവരം പറയും. എന്നാൽ ഇതിനിടയിൽ വെച്ച് ആദ്യം റേച്ചൽ DGPയെ വിളിച്ചത് എന്തിനെന്നാൽ ആനന്ദാണ് നാലാമനെന്ന് മനസ്സിലാക്കി ആനന്ദിന്റെ ജീവൻ ആപത്താണെന്നും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനായിട്ടാണ് വിളിച്ചത്. എന്നാൽ അതേസമയം തന്നെ DGP കോളും എടുത്തില്ല. അങ്ങനെ ലക്ഷ്മി നാരായണനാണെങ്കിൽ തന്റെ കുടുംബത്തിനോട് ദ്രോഹം ചെയ്തവരെ എല്ലാവരെയും കൊന്ന് പ്രതികാരം തീർത്തതിനു ശേഷം പോലീസിന് കീഴടങ്ങുവാനായിട്ട് ഇരിക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.